പ്രതികരിക്കാൻ കൂടുതൽ പേർ രംഗത്തു വരുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നമ്മൾ സിനിമയിൽ കണ്ട മാറ്റം. കൂടുതൽ പേർ അവരുടെ അനുഭവങ്ങൾ എന്താണ്, അവരുടെ സ്വപ്നങ്ങൾ കെടുത്തിക്കളഞ്ഞത് ആരൊക്കെ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. പ്രതികരിക്കുന്ന ആ നടിമാർക്കെതിരെ സൈബർ ആക്രമണം ശക്തമാകുന്നു എന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. നടിമാരുടെ അഭിമുഖത്തിനൊക്കെ താഴെ വന്ന് നിരവധി പേർ മോശം കമന്റുകൾ ഇടുന്നു. ഇത്തരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ച, ന്യൂസ് 18നോട് പ്രതികരിച്ച അൻസിബയുടെ അഭിമുഖത്തിന് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത്. അതിൽ അൻസിബയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കമന്റുകളുമുണ്ട്. എന്റർടൈൻമെന്റ് മീഡിയ 124 എന്ന ഐഡിയിൽ നിന്ന് നിരവധി മോശം കമന്റുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ ഹാൻഡിലിൽ നിന്ന് തന്നെ നിരവധി മോശം കമന്റുകൾ വന്നിരിക്കുന്നു. അൻസിബ തന്നെ ഇതിനോട് പ്രതികരിച്ച് രംഗത്തും വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. നമുക്ക് കാണാം ആ മോശം കമന്റുകൾ. ഇത് പ്രതികരിക്കുന്ന എല്ലാ സ്ത്രീകളെയും ഈ രീതിയിൽ മോശം കമന്റുകളിലൂടെ അവരെ വ്യക്തിപരമായി അവഹേളിച്ചുകൊണ്ട് പിന്തിരിപ്പിക്കാനുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗം എന്ന് തന്നെ പറയാം. എന്റർടൈൻമെന്റ് മീഡിയ ഉൾപ്പെടെ ആ ഹാൻഡിൽ നിന്ന് ഉൾപ്പെടെയാണ് വ്യാപകമായി ഇത്തരം കമന്റുകൾ വരുന്നത്. ഇതിൽ പ്രതികരിച്ച് അൻസിബ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വീണ്ടും വരികയാണ്. താൻ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ൂടെയാണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി എത്തിയത് എന്നവർ പറയുന്നു. ഇത്തരം മോശം കമന്റുകൾക്കെതിരെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്നും അൻസിബ ന്യൂസ് 18നോട് പറയുകയുണ്ടായി. ന്യൂസ് 18ൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തുകൊണ്ടാണ് നിലവിലെ സിനിമ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അൻസിബ ഞങ്ങളോട് സംസാരിച്ചത്. ഈ ആരോപണ വിധേയർ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് അവർക്കൊപ്പമാണ് താനെന്ന് അവർ പറയുകയുണ്ടായി. ഒപ്പം അന്വേഷണം വേണമെന്ന ആവശ്യവും വളരെ ശക്തമായി പറയാൻ വന്നു എന്നതാണ് അൻസിബ ചെയ്ത തെറ്റെന്ന് തോന്നുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അവരെ അധിക്ഷേപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. എങ്ങനെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അൻസിബ എത്തിയത് എന്നത് സംബന്ധിച്ചാണ് പലരും കള്ളക്കഥകൾ അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ മനോവിചാരത്തിനനുസരിച്ചുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നത്. പക്ഷേ വലിയ ദുഃഖം അക്കാര്യത്തിൽ ആ നടി രേഖപ്പെടുത്തുന്നു. പക്ഷേ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകളെ, അതിന് മുന്നോട്ട് വന്നിട്ടുള്ള സ്ത്രീകളെ ഇത്തരം കൂട്ടായ ശ്രമത്തിലൂടെ സൈബർ മീഡിയയിലൂടെ അധിക്ഷേപിച്ചുകൊണ്ടോ പിൻവലിക്കാൻ കഴിയില്ല എന്നതുകൂടി ഇവർ മനസ്സിലാക്കണം. ആ മാറ്റമാണ് നമ്മളിപ്പോൾ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും മാറാതെ ഒരു സമൂഹം പ്രേക്ഷകർക്കിടയിലും നമ്മുടെ സമൂഹത്തിനിടയിലും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത്തരം സമീപനങ്ങൾ. തുറന്നു പറഞ്ഞതിന് അല്ലെങ്കിൽ ഒരു തന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ സംഭവങ്ങളിൽ എന്താണ് എന്ന് പറഞ്ഞതിനാണ് ഒരു നടിയെ ഇങ്ങനെ പിന്തുടർന്ന് അവരുടേതുമായി ബന്ധപ്പെട്ട് സംപ്രേഷണം ചെയ്ത എല്ലാ വീഡിയോകൾക്കും താഴെ ഇത്തരം മോശം കമന്റുകൾ, അതും എന്റർടൈൻമെന്റ് മീഡിയ എന്ന ഹാൻഡിലിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.